ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട സൈമൺ കമ്മീഷനും സിവിൽ ആജ്ഞാ നിയമലംഘന പ്രശ്നം എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് ടോപ്പിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. നോക്കിക്കോളൂ. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് നടപ്പിലാക്കിയ ദ്വിഭരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിച്ച കമ്മീഷൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കിയ ദ്വിഭരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിക്കപ്പെട്ട 7 അംഗ സമിതിക്ക് പറയപ്പെടുന്ന പേരാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന് നേതൃത്വം നൽകിയത് ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിൽ നേതൃത്വം നൽകിയത് ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലിയുടെ ആത്മകഥ ഏതാണ്? ആസ് ഇറ്റ് ഹാപ്പൻഡ് ആണ്. അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കിയ ദ്വിഭരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിച്ച 7 അംഗ സമിതിക്ക് പറയപ്പെടുന്ന പേര് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ നേതൃത്വം നൽകിയത് ജോൺ സൈമൺ. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലിയുടെ ആത്മകഥയുടെ പേര് ആസ് ഇറ്റ് ഹാപ്പൻഡ് ആണ്. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണം ഇന്ത്യയിൽ നിന്ന് ആരും കമ്മീഷനിൽ അംഗമല്ലായിരുന്നു. ഓർമ്മിക്കണം, സൈമൺ കമ്മീഷൻ ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണം കമ്മീഷനിൽ ഇന്ത്യക്കാരും തന്നെ ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഓർമ്മിക്കണം, സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 1927 INC സമ്മേളനം നടന്നത്. മദ്രാസ് സമ്മേളനം അധ്യക്ഷം വെച്ചത് ആരാണ്? MA അൻസാരിയാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് 1927. 1927 സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ INC അധ്യക്ഷം വെച്ചത് MA അൻസാരി. സൈമൺ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കിയ ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിക്കപ്പെട്ട 7 അംഗ സമിതിക്ക് പറയപ്പെടുന്ന പേര് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ നേതൃത്വം നൽകിയത് ആരാണ്? ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ഈ ക്ലമന്റ് ആറ്റ്ലിയുടെ ആത്മകഥയുടെ പേര് ആസ് ഇറ്റ് ഹാപ്പൻഡ്. ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണം കമ്മീഷനിൽ ഇന്ത്യക്കാരാണെന്ന് ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 1927 INC സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് MA അൻസാരി. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആണ്. ഇനി സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ ഇർവിൻ പ്രഭു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? C. ശങ്കരൻ നായരാണ്. അപ്പോൾ സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ ഇർവിൻ പ്രഭു നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? C. ശങ്കരൻ നായരാണ്. അപ്പോൾ സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ ഇർവിൻ പ്രഭു നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? C. ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928 ഫെബ്രുവരി 3 മുംബൈയിലാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928 ഫെബ്രുവരി 3 മുംബൈ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കുകയും സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി യൂസഫ് മെഹ്റലി ഈ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ലാല ലജ്പത് റായിയാണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കിയ ദ്വിഭരണം അല്ലെങ്കിൽ ഡയാർക്കി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിക്കപ്പെട്ട 7 അംഗ സമിതിക്ക് പറയപ്പെടുന്ന പേര് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ നടത്തിയത് ആരാണ്? ജോൺ സൈമൺ. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ഈ ക്ലമന്റ് ആറ്റ്ലിയുടെ ആത്മകഥയുടെ പേര് ആസ് ഇറ്റ് ഹാപ്പൻഡ്. ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണം കമ്മീഷനിൽ ഇന്ത്യക്കാരും തന്നെ ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 1927 INC അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരി. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ ഇർവിൻ പ്രഭു നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? C. ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928 ഫെബ്രുവരി 3. എവിടെയാണ് വിസിറ്റ് ചെയ്തത്? മുംബൈ. സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ് അല്ലെങ്കിൽ മുദ്രാവാക്യത്തിൻ്റെ ശില്പി ആരാണ്? യൂസഫ് മെഹ്റലി. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലാല ലജ്പത് റായി. ലാല ലജ്പത് റായി ചോദിക്കാറുണ്ട്, ഏത് സംഭവത്തെ തുടർന്നാണ് ലാല ലജ്പത് റായി അന്തരിച്ചത്? 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയും സൈമൺ കമ്മീഷനുണ്ടായ പ്രക്ഷോഭത്തിൽ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലാത്തിയടി കൊണ്ട് അന്തരിച്ചത് ആരാണ്? ലാല ലജ്പത് റായി. ലാല ലജ്പത് റായി അന്തരിച്ചത് 1928 നവംബർ 17. ഇനി ഇതിനകത്ത് വീണ്ടും ഓർമ്മിക്കേണ്ടത് ആരുടെ അടിയേറ്റാണ് അന്തരിച്ച? സാൻഡേഴ്സൺ. ഈ ലാല ലജ്പത് റായിയുടെ അവസാന വാക്കുകൾ എൻ്റെ മാറിലേറ്റ ഓരോ പ്രഹരവും
ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളായി തീരും ആരുടെ വാക്കാണ്? ലാലാ ലജ്പത് റായാണ്. എൻ്റെ മാറിലേറ്റ ഓരോ പ്രഹരവും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളായി തീരും ആരുടെ വാക്കാണ്? ലാലാ ലജ്പത് റായ്. ഇനി സൈമൺ കമ്മീഷൻ്റെ 4 വർഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് 1927, ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928, ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929, റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930. അപ്പോൾ സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1927, ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928, ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929, റിപ്പോർട്ട് കൊടുത്ത വർഷം 1930. അപ്പോൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത വർഷം 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പല ആശയങ്ങളും ഏത് ആക്ടിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ ഏത് ആക്ടിൽ ഉൾപ്പെടുത്തി? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുത്തി. ഓർമ്മിച്ചോണം, സൈമൺ കമ്മീഷനുള്ള പല ആശയങ്ങളും ഉൾപ്പെടുത്തിയത് ഏത് ആക്ടിലാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ഉൾപ്പെടുത്തി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ്, ഓർമ്മിച്ചോണം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടിന് അറിയപ്പെടുന്ന പേരാണ് നെഹ്റു റിപ്പോർട്ടാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വരുന്നതിന് മുമ്പ് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ പേര് നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു. അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ടിൻ്റെ ശില്പി ആരാണ്? മോത്തിലാൽ നെഹ്റു. വർഷം 1928. ലാലാ ലജ്പത് റായ് ആരുടെ അടികൊണ്ടാണ് അന്തരിച്ചത്? സാൻഡേഴ്സൺ. ഓർമ്മിക്കണം, സാൻഡേഴ്സൺ. ഇനി സൈമൺ കമ്മീഷൻ ഓർമ്മിക്കണം, സൈമൺ കമ്മീഷനുമായി സഹകരിക്കാത്ത സംഘടനകൾ ഏതൊക്കെയാണ്? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ച അല്ലെങ്കിൽ സഹകരിക്കാത്ത സംഘടനകൾ ഏതൊക്കെയായിരുന്നു? കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭയാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ച സംഘടനകൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭയാണ്. സൈമൺ കമ്മീഷനുമായി സഹകരിക്കാത്ത സംഘടനകൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. ഇനി നമ്മളുടെ ഈ ലാലാ ലജ്പത് റായുമായി അല്ലെങ്കിൽ നമ്മൾ ലാഹോറിൽ നമ്മളെ സൈമൺ കമ്മീഷനെതിരെ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലാലാ ലജ്പത് റായ്. ഈ ലാലാ ലജ്പത് റായ്ക്കൊപ്പം ഉണ്ടായിരുന്ന 2 വ്യക്തികളാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആൻഡ് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയും, GB പന്ത് എന്നറിയപ്പെടുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത്. സൈമൺ കമ്മീഷൻ ഓർമ്മിക്കണം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929 മാർച്ച് 31. 1929 മാർച്ച് 31. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കിയേക്കാം, കാരണം നല്ലൊരു അടിപൊളി ടോപ്പിക്കാണ്, 100% സാധ്യതയുള്ളതാണ്. അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പിലാക്കിയ ദ്വിഭരണത്തിൻ്റെ ഓർമ്മിക്കുന്ന ഡയാർക്കി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ 1927 നവംബറിൽ നിയോഗിക്കപ്പെട്ട 7 സമിതിക്ക് പറയപ്പെടുന്ന പേര് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ നടത്തിയത് ജോൺ സൈമൺ. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ഈ ക്ലമന്റ് ആറ്റ്ലിയുടെ ആത്മകഥ ഏതാണ്? ആസ് ഇറ്റ് ഹാപ്പൻഡ്. ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണം കമ്മീഷനിൽ ഇന്ത്യക്കാരാണെന്ന് ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 1927 INCൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? MA അൻസാരി. നിലവിൽ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് വിവരങ്ങൾ നൽകാൻ ഇർവിൻ പ്രഭു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേര് C ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928 ഫെബ്രുവരി 3. എവിടെയാണ് വിസിറ്റ് ചെയ്തത്? മുംബൈ. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിലെ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. ഈ ലാലാ ലജ്പത് റായ്ക്കൊപ്പം നേതൃത്വം നൽകിയത് നെഹ്റു ആൻഡ് GB പന്ത്, ഓർമ്മിക്കണം, ഗോവിന്ദ് വല്ലഭ് പന്ത്. ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തിയടി കൊണ്ട് അന്തരിച്ചതാരാണ്? ലാലാ ലജ്പത് റായ്. ഈ ലാലാ ലജ്പത് റായ് അന്തരിച്ചത് 1928 നവംബർ 17. സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1927. ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1928, ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929. റിപ്പോർട്ട് കൊടുത്ത വർഷം 1930. ഓർമ്മിക്കണം, റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പല ആശയങ്ങളും നടപ്പിലാക്കിയത് ഏത് ആക്ടിലാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുത്തി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഓർമ്മിക്കണം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ പേരാണ് നെഹ്റു റിപ്പോർട്ടാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് മോത്തിലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ പേര് നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ട് ഓർമ്മിക്കണം, വർഷം 1928. ഇതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മോത്തിലാൽ നെഹ്റു. ഈ നെഹ്റു റിപ്പോർട്ടിൻ്റെ ഒരിക്കലും മറക്കരുത്, PSCക്ക് ചോദിക്കും. കാരണം ജവഹർലാൽ നെഹ്റു നമ്മൾ പഠിക്കാതെ പോയ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ട് വരും. ഇനി ഓർമ്മിക്കണം, ലാലാ ലജ്പത് റായ് ആരുടെ അടികൊണ്ടാണ് അന്തരിച്ചത്? സാൻഡേഴ്സൺ. സാൻഡേഴ്സനെ വധിച്ചതൊക്കെ ഒരു കഥ പോലെ നമുക്ക് പഠിക്കാം, ഭഗത് സിംഗ്. അടുത്ത് നമ്മൾ സൈമൺ കമ്മീഷൻ്റെ അല്ലെങ്കിൽ സൈമൺ കമ്മീഷനിലെ സഹകരിക്കാത്ത അല്ലെങ്കിൽ ബഹിഷ്കരിച്ച സംഘടനകളാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭയാണ്. അപ്പോൾ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ച സംഘടനകളാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. ഈ ലാലാ ലജ്പത് റായ് ഓർമ്മിക്കണം, ലാലാ ലജ്പത് റായ്ക്കൊപ്പം ലാഹോറിൽ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നെഹ്റു ആൻഡ് GB പന്ത്. സൈമൺ കമ്മീഷനിൽ നിന്ന് മടങ്ങിപ്പോയത് 1929 മാർച്ച് 31.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു സംഘടനയാണ് നമ്മളുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇതുമായി എല്ലാം നമ്മൾ പരസ്പരം ബന്ധമുള്ളതാണ്. സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനമാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അത് ഇതിനകത്ത് നമുക്ക് വളരെ നല്ലൊരു ടോപ്പിക്കാണ് സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം. ശ്രദ്ധിച്ച് കേട്ടോണം. ഗാന്ധിജി കോൺഗ്രസിന് നൽകിയ രണ്ടാമത്തെ സമരമുറ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ഓർമ്മിക്കണം, ഗാന്ധിജി കോൺഗ്രസിന് നൽകിയ രണ്ടാമത്തെ സമരമുറ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ഇനി ഓർമ്മിക്കണം, ഗാന്ധിജി ഓർമ്മിക്കണം നമ്മളുടെ INCക്ക് നൽകിയ INCക്ക് നൽകിയ രണ്ടാമത്തെ സമരമുറ എന്ന് ചോദിക്കാം. അതുപോലെ ചോദിക്കാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാൻ അല്ലെങ്കിൽ സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പോൾ കോൺഗ്രസിന് ഗാന്ധിജി നൽകിയ രണ്ടാമത്തെ സമരമുറ. ഇനി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടി നടത്തിയ ആദ്യ പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യ സമരമുറ എന്നറിയപ്പെടുന്നത് 1930 സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് 1928 ബർദോളി സത്യാഗ്രഹത്തിൻ്റെ വിജയമാണ്. അപ്പോൾ ബർദോളി സത്യാഗ്രഹം 1928, ബർദോളി എവിടെയാണ്? ഗുജറാത്ത്. നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയെ ഇത്തരമൊരു സമരം ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അത് 1928 ബർദോളി സത്യാഗ്രഹം. ആരംഭിച്ച വർഷം ഓർമ്മിക്കണം, നമ്മളുടെ ബർദോളിയല്ല, സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ആരാണ്? ഹെൻറി തോറ. ഈ ഹെൻറി തോറയാണ് സിവിൽ ഡിസ്ഒബീഡിയൻറ്റ് മൂവ്മെൻറ്റ് എന്ന ബുക്സ് രചിച്ചത് ഹെൻറി തോറ. ഗാന്ധിജിയെ അക്രമരഹിതം ഓർമ്മിക്കണം, ഗാന്ധിജിയുടെ അക്രമരഹിതമായ നിയമലംഘനത്തെ സാർവദേശീയ അത്യാഹിതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മളുടെ സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയുടെ അക്രമരഹിതമായ നിയമലംഘനത്തെ സാർവദേശീയ അത്യാഹിതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഈ സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനത്തിന് കിഴക്കൻ സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് റാണി ഗൈഡലിൻ, വടക്ക് പടിഞ്ഞാറ് സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിന് നേതൃത്വം നൽകിയ ഒരു സംഘടന ഏതാണ്? റെഡ് ഷർട്ട്. റെഡ് ഷർട്ട് രൂപീകരിച്ചതാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുപോലെ റെഡ് ഷർട്ട് രൂപീകരിച്ചത് മറ്റ് രണ്ട് വ്യക്തികളാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഒന്ന് ലെനിൻ, രണ്ട് ഗ്യാരി ബാൾഡി എന്നും പറയും. അപ്പോൾ ലെനിൻ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ലെനിൻ ആൻഡ് ഗ്യാരി ബാൾഡി. ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചതാരാണ്? ബെനിറ്റോ മുസോളിനി. ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചതാരാണ്? ഹിറ്റ്ലറാണ്. അപ്പോൾ ഓർമ്മിക്കണം, റെഡ് ഷർട്ട് രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചത് ബെനിറ്റോ മുസോളിനി. അടുത്ത ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചതാരാണ്? ഹിറ്റ്ലറാണ്. ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചത് ഹിറ്റ്ലർ. ഹുദായി ഹിന്ദ് മദ്ഗാർ എന്ന സംഘടന ഓർമ്മിക്കണം, ഹുദായി ഹിന്ദ് മദ്ഗാർ. പരീക്ഷയ്ക്ക് ചോദിക്കാം. സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിച്ച ആൻസർ ഹുദായി ഹിന്ദ് മദ്ഗാർ ആണ്. ഈ ഹുദായി ഹിന്ദ് മദ്ഗാർ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിൻ്റെ മലയാളം ചോദിക്കാറുണ്ട്, ദൈവ സേവകരുടെ സംഘം. ഇനി ചോദിക്കാം ഇൻ ഇംഗ്ലീഷ് സെർവൻസ് ഓഫ് ഇന്ത്യ ഗോഡ്. അപ്പോൾ ഹുദായി ഹിന്ദ് മദ്ഗാർ എന്ന് ചോദിക്കാം, ദൈവസേവകരുടെ സംഘം ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം സെർവൻസ് ഓഫ് ഇന്ത്യ ഗോഡ് എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓർമ്മിക്കണം, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഈ സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം 1931 ഓർമ്മിക്കണം, 1931 ഗാന്ധി ഇർവിൻ സന്ധ്യയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി, ഗാന്ധിജി കോൺഗ്രസിന് നൽകിയ രണ്ടാമത്തെ സമരമുറ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിയുടെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം, പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടിയുള്ള ആദ്യ സമരമുറ ഓർമ്മിക്കണം, നേടാൻ വേണ്ടി ആദ്യ സമരമുറ, സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് 1928 ബർദോളി സത്യാഗ്രഹത്തിൻ്റെ വിജയം. സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930, ബർദോളി ആണെങ്കിൽ 1928. ഇനി നമ്മളുടെ ഈ സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഓർമ്മിക്കണം 1930. അതിനെ പ്രേരിപ്പിച്ചത്, പെർസ്യൂഡ് ചെയ്യിപ്പിച്ചത് നമ്മളുടെ ഹെൻറി തോറ. ഈ ആൾ തന്നെയാണ് ആ സിവിൽ ഡിസ്ഒബീഡിയൻറ്റ് മൂവ്മെൻറ്റ് എന്ന ബുക്സ് രചിച്ചത് ഹെൻറി തോറ. ഗാന്ധിജിയുടെ അക്രമരഹിതമായ നിയമലംഘനത്തെ സാർവദേശീയ അത്യാഹിതം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഈ സിവിലാജ്ഞാ നിയമലംഘന പ്രസ്ഥാനത്തിന് കിഴക്കൻ സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ നാഗാലാൻഡിൽ നിന്ന് നേതൃത്വം നൽകിയത് റാണി ഗൈഡലിൻ. റാണി എന്നറിയപ്പെടുന്നത് റാണി ഗൈഡലിൻ. വടക്കു പടിഞ്ഞാറ് സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടാണ് റെഡ് ഷർട്ട്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മറ്റ് രണ്ട് വ്യക്തികളാണ്, റെഡ് ഷർട്ടുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണ്, ഒന്ന് ലെനിൻ, രണ്ട് ഗ്യാരി ബാൾഡി. ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചതാരാണ്? ഹിറ്റ്ലർ. ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചതാരാണ്? ബെനിറ്റോ മുസോളിനി. ഹുദായി ഹിന്ദ് മദ്ഗാർ എന്ന സംഘടന, അല്ലെങ്കിൽ
ദൈവസേവകരുടെ സംഘം എന്ന സംഘടന രൂപീകരിച്ചതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി നമ്മളുടെ ഈ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം 1931 ഗാന്ധി ഇർവിൻ സന്ധി. ഈ ഗാന്ധി ഇർവിൻ സന്ധിയുടെ മറ്റൊരു പേരാണ് ഡൽഹി കരാർ എന്ന് പറയും. ഇപ്പോൾ ഗാന്ധി ഇർവിൻ സന്ധിയുടെ മറ്റൊരു പേര് ഡൽഹി കരാർ. ഈ ഗാന്ധി ഇർവിൻ സന്ധിയുടെ ഭാഗമായി സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുകയും അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ പോവുകയും ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം, കാരണം രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1932 ആരംഭിച്ചു. അങ്ങനെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തലാക്കിയ വർഷം 1934 ഓർമ്മിക്കണം, 1934. ഈ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനത്തിന് പെഷവാർ, ഓർമ്മിക്കണം, പെഷവാറിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അപ്പോൾ ആ ഇടയ്ക്കുള്ള ഒരിക്കൽ കൂടി, അപ്പോൾ കിഴക്കൻ സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് റാണി ഗൈഡലിൻ, നാഗ റാണി എന്നറിയപ്പെടുന്നു. വടക്ക് പടിഞ്ഞാറ് സ്റ്റേറ്റുകളിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. റെഡ് ഷർട്ട് രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ലെനിൻ ആൻഡ് ഗാരി ബാൾഡി. ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചത് ബെനിറ്റോ മുസോളിനി. ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചത് ഹിറ്റ്ലർ. ഇനി ഖുദായി ഹിന്ദ് മദ്ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇത് ഓർമ്മിക്കരുത്, നമ്മളുടെ ഈ നമ്മളുടെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടന. ഇനി നമ്മളുടെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം, അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് നിർത്തിവെക്കാൻ കാരണം 1931 ഗാന്ധി ഇർവിൻ സന്ധി. ഈ ഗാന്ധി ഇർവിൻ സന്ധിയുടെ ഭാഗമായി ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പരസ്പര ചേർച്ചയില്ലാതെ പിരിയുകയും അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു. അങ്ങനെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം രണ്ടാമത് ആരംഭിച്ചത് 1932, പൂർണ്ണമായും നിർത്തലാക്കിയ വർഷം 1934. ഇത് പെഷവാറിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നിയമലംഘന സമരകാലത്ത്, ഓർമ്മിക്കണം, നിയമലംഘന സമരകാലത്ത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ, ഓർമ്മിക്കണം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ വിസമ്മതിച്ച പട്ടാള റെജിമെൻറ്റിൻ്റെ പേരാണ് ഗാർവാലി റെജിമെൻ്റ് എന്ന് പറയും. ഓർമ്മിക്കണം, നിയമലംഘന സമരകാലത്ത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ, ഓർമ്മിക്കണം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ വിസമ്മതിച്ച പട്ടാള റെജിമെൻറ്റിൻ്റെ പേരാണ് ഗാർവാലി റെജിമെൻ്റ് എന്ന് പറയും. ഓർമ്മിക്കണം, നിയമലംഘന സമരകാലത്ത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ വിസമ്മതിച്ച പട്ടാള റെജിമെൻറ്റിൻ്റെ പേരാണ് ഗാർവാലി റെജിമെൻ്റ്. ഓർമ്മിക്കണം, ഗാർവാലി റെജിമെൻറ്റ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പത്താൻകാർക്കിടയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ചുവന്ന കുപ്പായക്കാരാണ്. ഓർമ്മിക്കണം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പത്താൻകാർക്കിടയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ചുവന്ന കുപ്പായക്കാരാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ സിവിലാജ്ഞ നിയമലംഘന പ്രശ്നം വർഷം 1930. ഗാന്ധിജി കോൺഗ്രസിന് നൽകിയ രണ്ടാമത്തെ സമരമുറ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിയുടെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ആരംഭിക്കാൻ തീരുമാനിച്ച ANC സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടിയുള്ള ആദ്യ സമരമുറ. സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയെ പെഴ്സൂർ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് 1928 ബർദോളി സത്യാഗ്രഹത്തിൻ്റെ വിജയം. അങ്ങനെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930. പ്രേരിപ്പിച്ചത് ഹെൻറി തോറ. സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് എന്ന ബുക്സ് രചിച്ചതാണ് ഹെൻറി തോറ. ഗാന്ധിജിയുടെ അക്രമരഹിതമായ നിയമലംഘനത്തെ സാർവദേശീയ അത്യാഹിതം എന്ന് വിശേഷിപ്പിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ്. ഈ നമ്മളുടെ ഇതിന് തന്നെ കിഴക്കൻ സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് റാണി ഗൈഡലിൻ. വടക്ക് പടിഞ്ഞാറ് സ്റ്റേറ്റുകളിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. റെഡ് ഷർട്ട് രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ലെനിൻ ആൻഡ് ഗാരി ബാൾഡി. ബ്ലാക്ക് ഷർട്ട് രൂപീകരിച്ചത് ബെനിറ്റോ മുസോളിനി. ബ്രൗൺ ഷർട്ട് രൂപീകരിച്ചതാണ് ഹിറ്റ്ലർ. ഇതുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? ഖുദായി ഹിന്ദ് മദ്ഗാർ. ഇത് രൂപീകരിച്ചതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഈ ഗാന്ധിജി ആരംഭിച്ച സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം 1931 ഗാന്ധി ഇർവിൻ സന്ധി. ഗാന്ധി ഇർവിൻ സന്ധിയുടെ ഭാഗമായി സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത് 1931. അങ്ങനെ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയും വട്ടമേശ സമ്മേളനത്തിൽ പരാജയം കൊണ്ട് 1932 സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും ആരംഭിക്കുകയും അങ്ങനെ സിവിലാജ്ഞ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തലാക്കിയ വർഷം ചോദിച്ചാൽ 1934 പെഷവാറിൽ, ഓർമ്മിക്കണം, നമ്മുടെ ബൗണ്ടറി ആയിട്ടുള്ള നോർത്ത് വെസ്റ്റ് ബൗണ്ടറിയിൽ വരുന്ന പെഷവാറിൽ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമ്മളുടെ സിവിലാജ്ഞ നിയമലംഘന സമരകാലത്ത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ, ഓർമ്മിക്കണം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തെ ജനക്കൂട്ടത്തെ വെടിവെക്കാൻ വിസമ്മതിച്ച പട്ടാള റെജിമെൻറ്റിൻ്റെ പേരാണ് ഗാർവാലി റെജിമെൻറ്റ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പത്താൻകാർക്കിടയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ചുവന്ന കുപ്പായക്കാരാണ്.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളുടെ സിവിലാജ്ഞ നിയമലംഘന പ്രശ്നവും സൈമൺ കമ്മീഷനുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഞാനിതിൻ്റെ നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം, INC, ദേശീയത, ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിരന്തരം ഇനി ഞാൻ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. എന്ത് അഭിപ്രായങ്ങളും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക.